കാലത്തിന്റെ കാവ്യനീതി. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ബംഗാളിലും BJPക്ക് കടുത്ത വെല്ലുവിളി. താമര ചിഹ്നത്തിൽ മത്സരിച്ചു വിജയിച്ച 3 BJP MP-മാർ ഇന്ത്യ സഖ്യ നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയാണ് ഈ കാര്യം പുറത്തുവിട്ടത്. അതുമാത്രമല്ല, ബംഗാളിന് പുറമെ മറ്റു പല സംസ്ഥാനങ്ങളിലും പരമ്പരാഗത BJP MP-മാർ കടുത്ത അതൃപ്തിയിലാണെന്നും വാർത്ത പുറത്തു വരുന്നുണ്ട്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ കാലുവാരി BJPയുടെ കൂടെ മറുകണ്ഠം ചാടിയ പല MP-മാരും തിരിച്ചു വരാനുള്ള പാതയിലാണ്. അതുപോലെ അജിത് പവാറിന്റെ കൂടെ പോയ MP-മാരും MLA-മാരും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം JDU നേതാവ് നിതീഷ് കുമാറും TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ മോദിക്കും NDA മുന്നണിക്കും ഒരു തരത്തിലും അംഗീകരിക്കാൻ ആവുകയുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ചൂതാട്ട രാഷ്ട്രീയത്തിൽ മോദിക്ക് വിജയം ഏറെ അകലെയാണ് എന്ന് വേണം കരുതാൻ. NDA സർക്കാർ ഉണ്ടാക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവർ രാഷ്ട്രപതിയെ കാണാൻ പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രിസഭാ തീരുമാനത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയും 1% പോലും പൂർത്തിയാക്കാൻ ഇതുവരെ NDAക്ക് പറ്റിയിട്ടില്ല. NDAയിൽ ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പറയുന്നുണ്ടെങ്കിലും അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ ഇവർ തയ്യാറുമല്ല. അതിനിടയിലാണ് ഇന്ന് BJP വെച്ച ഫോർമുല ചർച്ചയാവുന്നത്. ആ ഫോർമുല അവർ അംഗീകരിക്കാൻ യാതൊരു ചാൻസും നിലവിൽ കാണുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 3ാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. ചന്ദ്രബാബു നായിഡു ഇന്ന് രാവിലെ പറഞ്ഞത്, ഞങ്ങളുടെ ആവശ്യം BJP അംഗീകരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ തരാമെന്നാണ്. അതിനർത്ഥം ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെ. നിതീഷ് കുമാർ ആകട്ടെ പല പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് പുറമെ സ്പീക്കർ പദവി നിർബന്ധമായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് BJP ഇന്നൊരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? 4 MP-മാരുള്ള പാർട്ടിക്ക് ഒരു കേന്ദ്രമന്ത്രി എന്നാണത്. ഈ ഫോർമുല എത്ര കണ്ട് വിജയിക്കുമെന്ന് BJPക്ക് പോലും അറിയില്ല. കാരണം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും 1% പോലും അവർ ഉന്നയിച്ച അവകാശവാദത്തിൽ നിന്ന് ഈ നിമിഷം വരെ പുറകോട്ടു പോയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. കർണാടകയിലെ ജനതാദൾ, JMM, അകാലിദൾ എന്നിങ്ങനെയുള്ള ചെറിയ ഘടക കക്ഷികൾ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കടന്നു വരുന്നതാണ് ഇപ്പോൾ BJPയുടെ മറ്റൊരു തലവേദന. അതിനിടയിൽ NDAയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അമിത് ഷായെ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നതാണ്. അങ്ങനെയെങ്കിൽ അമിത് ഷായെ എവിടെ പ്രതിഷ്ഠിക്കുമെന്ന് BJP തലപുകയ്ക്കേണ്ടി വരും. ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം വെല്ലുവിളികൾ മോദിക്കും BJPക്കും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് 100% ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുതിര കച്ചവടത്തിന്റെയും കുതികാൽ വെട്ടലിന്റെയും അപ്പോസ്തലന്മാർ അതേ വാളുകൊണ്ട് വെട്ടേറ്റു പിടയുമ്പോൾ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നടങ്കം പറയുകയാണ്, ഇതാണ് ഭരണഘടനയെ തൊട്ടു കളിക്കാൻ നോക്കിയവർക്ക് കാലം നൽകിയ കാവ്യനീതി എന്ന്.